നമസ്കാരം. റെയ്ക്കിയുടെ ധ്യാനം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക എന്ന ഒരു ധ്യാനമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശിവൻ പറഞ്ഞു, പ്രിയേ, ഈ സന്ദർഭത്തിൽ മനസ്സ്, ജ്ഞാനം, ശ്വാസം, രൂപം എല്ലാം ഒന്നിച്ചുണ്ടായിരിക്കട്ടെ. ശ്വസനത്തെക്കുറിച്ചുള്ള ഒരു വ്യംഗ്യമായ രീതിയിൽ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാനുള്ള, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ധ്യാന മാർഗമാണ്. ഈ മാർഗം അല്പം കഠിനമാണ്. എന്നിരിക്കലും അത് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ ആശ്ചര്യജനകവും സുന്ദരവുമായി അനുഭവപ്പെടും. ധ്യാനനിരതനായിക്കൊണ്ട് തന്നെ ശരീരവും മനസ്സും അറിവും പ്രാണവായുവും എല്ലാം ഉൾക്കൊള്ളുക. ഒന്നിനെയും അകറ്റി നിർത്തുകയോ ശകലങ്ങളാക്കി മാറ്റുകയോ ചെയ്യരുത്. ശകലങ്ങളാക്കി മാറ്റുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിഭജിക്കുകയോ ശകലീകരിക്കാതിരിക്കുകയോ അരുത്. സാധാരണ ഗതിയിൽ നാം എല്ലാറ്റിനെയും വെട്ടിമുറിക്കുന്നു, ക്യാപ്സ്യൂൾ പരുവത്തിലാക്കുന്നു, മൊഡ്യൂളുകളാക്കി മാറ്റുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സാധാരണഗതിയിൽ നാം എല്ലാറ്റിനെയും വെട്ടിമുറിക്കുകയാണ് ചെയ്യുന്നത്, കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ശരീരം ഞാനല്ല എന്ന് പറയാറുണ്ട്. ആ ആശയത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതികളുമുണ്ട്. എന്നാൽ ഈ രീതി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിശീലനമാണ്. അങ്ങനെയുള്ള ഞാനല്ല നേതി എന്നുള്ള ആ പരിശീലനത്തിൻ്റെ, ധ്യാന പരിശീലനത്തിൻ്റെ വിപരീത ദശയാണ് ഈ ധ്യാനത്തിൽ നാം പ്രയോഗവൽക്കരിക്കുന്നത്. അതായത് വിഭജിക്കാതിരിക്കുക. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ശ്വാസമല്ല എന്നൊന്നും പറഞ്ഞു പോകരുത്. പറയേണ്ടത് ഇത്രമാത്രം: ഞാൻ എല്ലാമാണ്. എന്നിട്ട് എല്ലാമായി തീരുക. ഉള്ളിൽ ഒരു തരത്തിലും ശകലീകരണം സൃഷ്ടിക്കാതിരിക്കുക. ഇതൊരു പരിശീലന പദ്ധതിയായി കൊണ്ടുവരിക. ഒരനുഭൂതിയാണത്. അടഞ്ഞ കണ്ണുകളുമായി നിങ്ങളിലുള്ള എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക. എവിടെയെങ്കിലും കേന്ദ്രീകരിക്കാതെ വികേന്ദ്രീകൃതനാവുക. ശ്വാസം വരികയും പോവുകയും ചെയ്യുന്നു. ചിന്തകൾ വരികയും അകത്ത് അലഞ്ഞു തിരികുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ രൂപം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലാത്തതാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ ചില നേരം ശരീരം ചെറുതാണെന്നും അല്ലാത്തപ്പോൾ വലുതാണെന്നും, ചിലപ്പോൾ കനമുള്ളതാണെന്നും, വേറെ ചിലപ്പോൾ ലാഘവമുള്ളതാണെന്നും, പറക്കാൻ കഴിയുമെന്നും ഒക്കെ തോന്നാം. രൂപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും തോറും ശരീരത്തിൻ്റെ രൂപത്തിനും മാറ്റം സംഭവിക്കും. കനം വയ്ക്കും, ചിലപ്പോൾ ചെറുതാകും, അണുമാത്ര ആയിത്തീരും. നിങ്ങളെല്ലാ മാർഗം ഉൾക്കൊള്ളുമ്പോൾ അത് വലുതായിത്തീരും. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സ്വാംശീകരിക്കാനുള്ളൊരു ഹൃദയവിശാലത ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾ വലുതായിത്തീരും. എല്ലാം ഒഴിവാക്കുമ്പോൾ ഇത് ഞാനല്ല, നേതി, ഇത് ഞാനല്ല, ശ്വാസം ഞാനല്ല, ശരീരം ഞാനല്ല, പ്രാണൻ ഞാനല്ല, അന്നമയമല്ല, പ്രാണമയമല്ല, മനോമയമല്ല, വിജ്ഞാനമയമല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറുതാവുകയാണ്, സൂക്ഷ്മമായി പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അണസാദൃശ്യമായിത്തീരും. അപ്പോൾ അതിന് വിപരീതമായ ധ്യാനമാണ് നമ്മൾ പരിശീലിക്കുന്നത്. നിങ്ങളുടെ സത്തയിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുക. ഹൃദയവിശാലതയോടെ ഒന്നിനെയും ഉപേക്ഷിക്കരുത്. അതായത്, ഐ ഹാവ് നോൺ ബോത്ത് ഗുഡ് ആൻഡ് ഇൽ, സിൻ ആൻഡ് വെർച്യൂ, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്. ഐ ഹാവ് ഗോൺ ത്രൂ ദി ഹെവൻ ആൻഡ് ഹെൽ, ജോയ് ആൻഡ് സോറോ, ഡെത്ത് ആൻഡ് ബർത്ത്. ഐ ഹാവ് പാസ്ഡ് judgment, being judged myself, and in the end I recognized that I am part of everything, that everything is part of me. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കുക, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ നിങ്ങളുടെ സത്തയിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുക, ഒന്നിനെയും ഉപേക്ഷിക്കരുത്. ഇത് ഞാനല്ല എന്ന് പറയരുത്, ഞാൻ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുക. അതിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുകയും വേണം. വെറുതെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ആശ്ചര്യജനകമായിട്ടുള്ള പുതിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു കേന്ദ്രത്തിൻ്റെ അഭാവം നിങ്ങൾ അനുഭവിക്കും. കേന്ദ്രം ഇല്ലാതാകുമ്പോൾ സത്തയോ അഹംബോധമോ ഇല്ലാതായിത്തീരും. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആകാശത്തെ പോലെയുള്ള ബോധം മാത്രം അവശേഷിക്കും. അങ്ങനെ അത് വളരുമ്പോൾ ശ്വാസം മാത്രമല്ല, രൂപം മാത്രമല്ല നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്, ആത്യന്തികമായി പ്രപഞ്ചം മുഴുവൻ നിങ്ങളിൽ ഇറങ്ങിയിരിക്കും. ഘടാകാശം എന്ന അവസ്ഥ സംജാതമാകും. ഓർത്തിരിക്കേണ്ട അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വവ്യാപകത്വമാണ്, ഒന്നിനെയും ഒഴിവാക്കാതിരിക്കുക. ഈ സൂത്രത്തിൻ്റെ താക്കോൽ ഇതാണ്: സർവ്വവ്യാപകത്വം. അഭിവ്യാപകത്വം സാകല്യേനയുള്ള ഉൾപ്പെടുത്തൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരുക, ഉൾപ്പെടുത്തി വികസിക്കുക, ശരീരത്തെ ഉപയോഗിച്ചത് പരീക്ഷിക്കുക, പിന്നീട് ബാഹ്യലോകവുമായും ഇത് തന്നെ ചെയ്യുക. അങ്ങനെ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ രോഗത്തെ സുഖമാക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തന്നെ ഇറങ്ങി നിങ്ങളുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗാൻസിലേക്ക് നിങ്ങൾക്ക് പരിശോധന നടത്താൻ സാധിക്കും. തലയിൽ കയറുക, തല വികസിച്ച് വലുതായി തലയുടെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ തലച്ചോറിനോട് നിർദ്ദേശം നൽകുക: നീ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ ഹോർമോൺ സെക്രേറ്റ് ചെയ്യുക, എൻ്റയർ ബോഡി റിലാക്സ് ആക്കുക, ചിന്താപരമായിട്ടുള്ള തകരാറുകളെ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശം കൊടുത്ത് തലച്ചോറിനോട് സ്വസ്ഥമായി ജീവിക്കാൻ നാം നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവരി പാർട്ട് ഓഫ് ദി ബോഡി ഇഞ്ച് ബൈ ഇഞ്ച്, ഇഞ്ച് ബൈ ഇഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവേശിച്ചിട്ട് നമ്മളവിടെ റേഡിയൻ്റ് വൈബ്രൻ്റ് ആയിട്ട് നമ്മൾ അഫർമേറ്റ് ചെയ്യുക. ഇനി ധ്യാനത്തിനായിട്ടൊരു മരച്ചുവട്ടിലിരുന്നു കൊണ്ട് അതിനെ തന്നെ നിരീക്ഷിക്കുക. സങ്കല്പത്തിലൊരു മരച്ചുവട്ടിലിരിക്കുകയാണെന്ന് സങ്കല്പിച്ചിട്ട് ആ മരച്ചുവട്ടിലെ മരത്തെ മാത്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് കണ്ണുകളടച്ച് മരം ഉള്ളിലാണെന്ന് ഭാവിക്കുക. നമ്മളുടെ ഉള്ളിൽ ഒരു മരം വളരുന്നുണ്ട്. മരത്തിൽ നിന്ന് അനേകം കൂടുകൾ നിർമ്മിച്ച കിളികൾ അതിനകത്തുണ്ട്, കൂട് വച്ചുറങ്ങുന്നുണ്ട്. അതിനുശേഷം ആകാശത്തെ നോക്കി മിഴി പൂട്ടി ആകാശം തനിക്കുള്ളിലാണെന്ന് അനുഭവിക്കുക. അങ്ങനെ ഒരു ആകാശം, ദഹരാകാശം എന്നൊക്കെ പറയും, അത് നിങ്ങളിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഉദയസൂര്യനെ നോക്കിയതിന് ശേഷം കണ്ണടച്ച് സൂര്യൻ തനിക്കുള്ളിൽ ഉദിച്ചു കൊണ്ടിരിക്കുന്നതായി അനുഭവിച്ചറിയുക. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ശീലിക്കുക. സൂര്യൻ ഉദിച്ചുയരുന്നു. എന്നിട്ട് പ്രഖ്യാപിക്കുക: അല്ലയോ സൂര്യ, നീ എനിക്ക് വേണ്ടി ഈ ദഹരാകാശത്തിൽ പ്രോജ്വലമായിട്ട് നിൽക്കുക. അതുപോലെ കടൽ, അതിലേക്ക് വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ചു പോകുന്നു. ആ സമയം നിങ്ങളിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും കടലിൻ്റെ വ്യാപകത്വത്തിലേക്ക് ഒഴുകിപ്പോകുന്നതായി പറയുക. തത്സമയം ചന്ദ്രൻ ഉദിച്ചു വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് പറയുക: അല്ലയോ ചന്ദ്ര, നീ എനിക്ക് വേണ്ടി പ്രോജ്വലമായി ദഹരാകാശത്തിൽ കുടികൊള്ളുക. അതിരുകളില്ലാത്ത അതീവ ബൃഹത്തായ ഒരു അനുഭൂതിയാണ് നിങ്ങൾക്ക് ഈ ധ്യാനം വഴി ലഭിക്കുന്നത്. വൃക്ഷം തനിക്കുള്ളിലാണെന്ന അനുഭൂതി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യുവത്വവും നവോന്മേഷവും അനുഭവപ്പെടും. ഇത് ഭാവനയല്ല, കാരണം വൃക്ഷവും നിങ്ങളും ഒരുപോലെ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ രണ്ടും ഒരേ ഭൂമിയിൽ വേരോടി നിൽക്കുന്നവരാണ്. ആത്യന്തികമായി രണ്ടിൻ്റെയും വേരോട്ടം ഒരൊറ്റ അസ്തിത്വത്തിൽ തന്നെയാണ്, ഭൂമിയുടെ അസ്തിത്വത്തിൽ തന്നെയാണ് നിങ്ങളും മരവും നിൽക്കുന്നത്. വൃക്ഷത്തിൻ്റെ ചൈതന്യവും പച്ചപ്പും പുതുമയും അതിൽ കൂടി ഒഴുകുന്ന ഇളങ്കാറ്റും നിങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇത്രയും ഓർക്കുക, ഉൾക്കൊള്ളുന്നത് ഒരു ജീവിതശൈലിയാക്കുക. ധ്യാനമുറ മാത്രമല്ല, ജീവിതശൈലി തന്നെ, ജീവിത രീതി തന്നെ ആക്കുക. കൂടുതൽ ഉൾക്കൊള്ളുമ്പോൾ അതിരുകൾ കൂടുതൽ അകലുകയും അസ്തിത്വത്തിൻ്റെ മുക്കും മൂലയുമൊക്കെയുമായി അതിരുകൾ ചുരുങ്ങുകയും ചെയ്യും. ഒരു ദിവസം നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ, ബാക്കി അസ്തിത്വമെല്ലാം നിങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. എല്ലാ മതാനുഭൂതികളുടെയും ആത്യന്തിക ഘട്ടം ഇത് തന്നെയാണ്. അപ്പോൾ ഒരു മരം നിങ്ങളുള്ളിൽ വ്യാപകത്വം പ്രാപിക്കുന്നു.
അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും വ്യാപകത്വം സംഭവിപ്പിക്കുന്നു. രോഗി നിങ്ങളുടെ സമീപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലൂടെയാണ് രോഗി നിങ്ങളുടെ ഉള്ളിലാണ് രോഗി എന്ന് സങ്കല്പിക്കുന്നു. ഇനി നിങ്ങളുടെ ഉള്ളിലാണ് റേക്കി എന്ന് സങ്കല്പിക്കുന്നു. അതിനെ നിങ്ങൾക്ക് പോഷിപ്പിച്ച് നിങ്ങൾക്കത് പ്രവഹിപ്പിക്കാനുള്ള കഴിവ്, നിങ്ങളിലൂടെ രോഗി സുഖം പ്രാപിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതിയാവും. റേക്കി നിങ്ങളിലേക്ക് നിറയുന്നു. നിങ്ങളിൽ ആണ് റേക്കി നിറഞ്ഞിരിക്കുന്നത്. ആ നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന റേക്കി മറ്റ് ഇതര സ്ഥലങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, കാലദേശ വ്യത്യാസമനുസരിച്ച് സമയങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് അത് ആവശ്യമുള്ളിടത്തേക്ക് ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ധ്യാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ക്ലേശകരമല്ലാത്ത അവസ്ഥയിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.